NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ഭാര്യ കെ കുമാരിദേവിയുടെ നിര്യാണത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രിമാരായ MK മുനീർ, PJ ജോസഫ്, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി വീണ ജോർജ്, മലങ്കര കത്തോലിക്ക സഭാ മേധാവി ബസേലിയോസ് മാർ ക്ലിമിസ് എന്നിവർ അനുശോചിച്ചു. മറുനാടൻ TVയോടാണ് അനുശോചനം ഇവർ അറിയിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. സുകുമാരൻ നായരായിട്ട് ദീർഘകാലത്തെ സൗഹൃദ ബന്ധങ്ങൾ ഒക്കെയുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെ ദേഹവിയോഗത്താണ് ഞാൻ കണ്ണൂരിൽ തന്നെയാണ് വന്നത്. തിരിച്ച് ദേഹവിയോഗത്തിലുണ്ടായ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരമാവധി വിച്ഛാന്തി വരികയും ചെയ്യും. അല്ല, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ എല്ലാ പ്രചരണം ചെയ്ത വീടെത്തുകയാണ്. ആക്ച്വലി നമ്മുടെ ചിലവരെന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഫോൺ എടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ MLA ശിവകുമാർ എന്നെ ഇത് സംഭവിച്ച ഉടനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം തിരിച്ചു വിളിക്കും അതേ വേദിയിലൊക്കെ ആയിരുന്നു. അവസാനത്തിലൊരു രാത്രി 11 മണിക്കാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉടനെ നമ്മൾ ഇന്ന് രാവിലത്തെ പ്രോഗ്രാംസൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പുറപ്പെട്ടു ചേട്ടനെ കാണാൻ. 3 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കണ്ടതാണ്. അപ്പോൾ ഈ ദുഃഖം ഇങ്ങനെ സംഭവിക്കുന്നത് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് കുറച്ചൊരു ഷോക്കായിരുന്നു അവസാനം ഇങ്ങനെ ഇത്ര വേഗം പറ്റിയത്. അവരുടെ ചികിത്സയൊക്കെ നന്നായി പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് വലിയൊരു സങ്കട കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് അവരുടെ കേസിൽ 50 വർഷം ഒരുമിച്ച് ഇരുന്ന ശേഷം ഇങ്ങനെയൊരു ട്രാജഡി വരുമ്പോൾ നമ്മളെല്ലാവർക്കും ഇത് ഹൃദയത്തിനോടാണ് പോകുന്നത്. വേറെ ഒരു വിഷയം, വേറെ ഒരു പ്രശ്നമില്ലാണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനൊപ്പം കുറച്ച് നേരം ഇരിക്കാനുള്ള അത് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെ, അദ്ദേഹമായിട്ട് എനിക്ക് വളരെ ഒരു ആത്മബന്ധമുള്ളതാണ് സുകുമാരൻ നായർ എന്ന് പറയുമ്പോൾ. അദ്ദേഹത്തിൻ്റെ പത്നി വേർപെട്ടു പോയൊരു സാഹചര്യത്തിൽ ഇവിടെ വരികയും അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധം വെച്ചും എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ജി സുകുമാരൻ നായർ കേരള ജനതയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായി മാറിയിരിക്കുന്നു. NSS ആ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വിശാലമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കുമാരി ടീച്ചറുടെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ശ്രീ സുകുമാരൻ നായർ കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ, അദ്ദേഹങ്ങളുടെ നിലപാടുകളെല്ലാം തീർച്ചയായിട്ടും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. കുടുംബത്തോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഏറെ ബാധ്യതകളും പ്രതിബദ്ധതകളുമുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുക. വളരെ സന്തോഷത്തോടു കൂടി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാവരോടും സഹകരിച്ച ഒരു മഹതിയാണ് അന്തരിച്ചത്. നിര്യാണത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം അനുശോചനം, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. സാറിൻ്റെ പത്നിയുടെ വിയോഗത്തിൽ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുടെ പത്നിയുടെ ദേഹവിയോഗത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അനുശോചനവും പ്രാർത്ഥനയും അദ്ദേഹത്തോടുള്ള പ്രത്യേക ബന്ധവും അറിയിക്കുന്നതിനാണ് ഞാൻ വന്നത്. വളരെ കാലമായി അദ്ദേഹത്തോടുള്ള ഒരു ബന്ധം, ഈ സമുദായത്തോടുള്ള ബന്ധം, അതെല്ലാം ഓർക്കുന്നതിനും ഈ പ്രത്യേക ദുഃഖത്തിൻ്റെ നിമിഷത്തിൽ ആ കുടുംബത്തോടുള്ള സഭയുടെയും സമൂഹത്തിൻ്റെയും ബന്ധമറിയിക്കുന്നതിനും വേണ്ടിയാണ് കുടുംബത്തോടുള്ള അനുശോചനം പ്രത്യേകമായി ഈ സമയത്ത് അറിയിച്ചുള്ളൂ. ആദരണീയനായ
NSS ജനറൽ സെക്രട്ടറിയുടെ സഹധർമ്മിണിയുടെ നിര്യാണത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ളതായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, അനുശോചനം അറിയിക്കുന്നു. വൈദിക ട്രസ്റ്റി എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ വരുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട ജോസഫും പുതുശ്ശേരിയും എന്നോടൊപ്പമുണ്ട്. മലങ്കര സഭയുടെ അനുശോചനം ആദരണീയനായ സുകുമാരൻ നായരെ പ്രത്യേകമായി അറിയിക്കുന്നു.